റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. നേരിട്ടുള്ള ചർച്ചയ്ക്ക് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായുള്ള വാഗ്ദാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. ഇരു നേതാക്കളും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച നിലവിൽ അനുചിതമാണെന്ന് പുടിൻ വ്യക്തമായി പ്രഖ്യാപിച്ചു. ഒരു ദിവസം മുൻപ് സെലൻസ്കി പുടിന് ഒരു തുറന്ന കത്തെഴുതിയിരുന്നു. ഈ കത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി നേരിട്ട് ചർച്ചകൾ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ യുദ്ധത്തിൽ നിന്ന് ഒരു വഴി കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും രണ്ട് നേതാക്കളും നേരിട്ട് ആശയവിനിമയം നടത്തണമെന്നും സെലൻസ്കി എഴുതി. എന്നാൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന റഷ്യയുടെ പ്രധാന സാമ്പത്തിക ഫോറത്തിൽ പുടിൻ ഈ നിർദ്ദേശം നിരസിച്ചു. സെലൻസ്കിയുടെ കത്ത് പൂർണ്ണമായും ആത്മാർത്ഥമായി തോന്നുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കത്തിലെ ചില അഭിപ്രായങ്ങൾ സംസ്കാരശൂന്യമാണെന്ന് പുടിൻ വ്യക്തമാക്കി. ഇപ്പോൾ അത്തരമൊരു കൂടിക്കാഴ്ചയിൽ അർത്ഥമൊന്നും കാണുന്നില്ല എന്ന് പ്രസിഡന്റ് പുടിൻ പറഞ്ഞു. ആദ്യം വിദഗ്ധ തലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തണം, പരിഹാരങ്ങൾ വികസിപ്പിക്കണം, അതിനുശേഷം മാത്രമേ നേതാക്കളുടെ യോഗം നടക്കൂ. റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റം തടയുക എന്നതാണ് യുക്രൈനിന്റെ ഏക താൽപര്യമെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. റഷ്യ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. പുടിന്റെ പ്രസ്താവനയോട് സെലൻസ്കി രൂക്ഷമായി പ്രതികരിച്ചു. റഷ്യ വീണ്ടും സമാധാനത്തിനു പകരം യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുക്കുകയാണെന്ന് അദ്ദേഹം തന്റെ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. നിർഭാഗ്യവശാൽ റഷ്യൻ പക്ഷം വീണ്ടും യുദ്ധം തിരഞ്ഞെടുത്തു. ഇതൊരു ദുർബലമായ പ്രതികരണമാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെ നിരാശരാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങൾ വളരെ കാലമായി സ്തംഭിച്ചിരിക്കുകയാണ്. പ്രധാന തർക്കം റഷ്യ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളെക്കുറിച്ചാണ്. ഈ പ്രദേശങ്ങളിലുള്ള അവകാശവാദം യുക്രൈൻ ഉപേക്ഷിക്കണമെന്ന് റഷ്യ ആഗ്രഹിക്കുന്നു. അതേസമയം കീവ് അങ്ങനെ ചെയ്യാൻ തയ്യാറല്ല. ഇറാൻ പ്രതിസന്ധിയിൽ അമേരിക്ക കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ നേരിട്ടുള്ള സംഭാഷണത്തിലൂടെ ഒരു പുതിയ പാത കണ്ടെത്താനാകുമെന്ന് യുക്രൈൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പുടിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇപ്പോൾ ആ സാധ്യതയെ മങ്ങിച്ചിരിക്കുന്നു. സാമ്പത്തിക വലിപ്പത്തിന്റെ കാര്യത്തിൽ ബ്രിക്സ് ഗ്രൂപ്പ് ഇതിനകം തന്നെ G7-നെ മറികടന്നുവെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ മുന്നേറുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന ബ്രിക്സ് ഗ്രൂപ്പിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഞ്ഞടിച്ച സമയത്താണ് പുടിൻ ബ്രിക്സിന് ശക്തമായ പിന്തുണ നൽകുന്നത്. ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങൾ പിന്നീട് ഈ കൂട്ടായ്മയിൽ ചേർന്നു. കഴിഞ്ഞ വർഷം ബ്രിക്സ് US ഡോളറിന് ഭീഷണിയാണെന്ന് ട്രംപ് വിളിച്ചു പറയുകയും 100% തീരുവ ചുമത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. യുക്രൈൻ യുദ്ധം 5ാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരിട്ടുള്ള ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ പരസ്യക്കത്ത് അയച്ചിരുന്നു. 2022-ൽ റഷ്യ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം പുടിന് സെലൻസ്കി നേരിട്ട് എഴുതുന്ന ആദ്യത്തെ പരസ്യക്കത്താണിത്. റഷ്യയിലും യുക്രൈനിലും അല്ലാതെ സ്വിറ്റ്സർലൻഡ്, തുർക്കി അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ തുടങ്ങിയ ഏതെങ്കിലും നിഷ്പക്ഷ രാജ്യത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്നാണ് സെലൻസ്കിയുടെ നിർദ്ദേശം. അമേരിക്കൻ മുൻഗണനകളിൽ മാറ്റം വരുന്നുണ്ടെന്ന് കത്തിൽ സെലൻസ്കി ചൂണ്ടിക്കാണിച്ചു. ട്രംപ് ഭരണകൂടം നിലവിൽ ഇറാൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും അതിനാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ ഇടപെടലിനായി വെറുതെ കാത്തിരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം 2027-2028 വർഷങ്ങളിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ റഷ്യ പദ്ധതിയിടുന്നതായി യുക്രൈൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയുടെ ഉള്ളിലേക്ക് വരെ എത്തിയതും ഇന്ധനക്ഷാമവും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധികളും റഷ്യയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെയ് മാസത്തിൽ മാത്രം 30,000-ത്തിലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും സെലൻസ്കി അവകാശപ്പെട്ടു. ചർച്ചകൾ നടക്കുന്ന സമയം അത്രയും പൂർണ്ണമായ വെടിനിർത്തലിന് യുക്രൈൻ തയ്യാറാണെന്നും ആദ്യപടിയായി തടവുകാരെ പരസ്പരം കൈമാറണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സെലൻസ്കിയുടെ സന്ദേശത്തെക്കുറിച്ച് പുടിന് അറിവുണ്ടെന്നും എന്നാൽ കത്തിലെ ഉള്ളടക്കം വിശദമായി പരിശോധിച്ചിട്ടില്ലെന്നും ക്രെംലിൻ വക്താവ് പ്രതികരിച്ചു. ചർച്ചകൾ ആവശ്യമാണെങ്കിൽ സെലൻസ്കിക്ക് മോസ്കോയിലേക്ക് വരാമെന്നും അദ്ദേഹം ആവർത്തിച്ചു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കവേ യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഉള്ളിലേക്ക് എത്തുന്ന കാര്യം പുടിൻ സമ്മതിച്ചിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡൊണാൾഡ് ട്രംപുമായി അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലെ ധാരണകളുടെ അടിസ്ഥാനത്തിൽ യുക്രൈൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും പുടിനും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് മികച്ച കാര്യമാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇതിനിടെ ട്രംപിന്റെ നിലപാടുകളോട് വിയോജിപ്പ് യുക്രൈന് സുരക്ഷാ പുനർനിർമ്മാണ സഹായമായി $1 ബില്യൺ പ്രതിരോധ ആവശ്യങ്ങൾക്കായി വായ്പയായി $8 ബില്യൺ അനുവദിക്കുന്ന പുതിയ ബിൽ US പ്രതിനിധി സഭ പാസാക്കി. എന്നാൽ ഈ ബിൽ സെനറ്റിൽ പാസാക്കാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.